ദേശവാസികളെ, കാത്യായനി ദേവി ഭക്തരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി നമ്മുടെ കാത്യായനി ഭഗവതി ക്ഷേത്ര നവീകരണ ദ്രവ്യ കലശത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന കലാസന്ധിക്ക് ആ ഒരു പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീനിവാസൻ ക്ഷണിച്ചത്. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ കേശവദാസ്, ശ്രീ ആണ്ടിയപ്പു അവർ, അധ്യക്ഷൻ നന്ദകിഷോർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശിവനാരായണൻ, ശ്രീ രമേഷ് കുമാർ അവർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ സ്വാഗത പ്രസംഗം ശ്രീ ശ്രീനിവാസൻ അവർ, ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരായ ശ്രീ ആണ്ടിയപ്പ അവർ, അതുപോലെ കേശവദാസ്, പ്രിയമുള്ള പാടൂർ നിവാസികളെ, ഭക്തജനങ്ങളെ, അധ്യക്ഷൻ നന്ദകിഷോർ, അതിന് വാർഡ് മെമ്പർമാരായ ആണ്ടിയപ്പോട്ട്, കേശവാസൻ മാഷ്, നന്ദി പറയുന്ന ശ്രീ ശിവനാരായണൻ, മറ്റു രക്ഷിതാക്കളെ, ക്ഷേത്ര ഭാരവാഹികൾ. നമ്മളിപ്പോൾ ഇങ്ങനെ ചടങ്ങ് എന്ന് പറയുമ്പോൾ ശരി സത്യത്തെ പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊന്ന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പരിപാടിയായിരിക്കുന്നതാണ് ഞാൻ മനസ്സിൽ കണക്കാക്കിയത്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് ഒരു കൂട്ടായ്മ ഉള്ളൂ. അത് ശരിക്കും അത് നല്ല നിലയ്ക്ക് നടക്കട്ടെ എന്ന് ഈ അകത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ നാടിന് വേണ്ടി ഒരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കുക. ഞാൻ എന്തായാലും ഈ പരിപാടി ഇപ്പൊ തന്ന നിവേദനം ഞങ്ങൾ എന്തായാലും 17 മെമ്പർമാരുണ്ട്. ഞങ്ങൾ ബോർഡിൽ തീരുമാനം എടുത്ത് റെസൊല്യൂഷൻ എടുത്ത് അയക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും തീരുമാനം എടുക്കാം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പഞ്ചായത്ത് ശ്രീ രമേഷ് കുമാർ, ഈ കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ കേശവമാഷ്, ശ്രീ നന്ദകിഷോർ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാർ, ശ്രീ ആണ്ടി, ശ്രീ ശ്രീനിവാസൻ, ശിവനാരായണൻ, ഉണ്ണിക്കുട്ടൻ, പ്രിയമുള്ളവരെ, ഈ 12 മുതൽ 18 വരെ നടക്കുന്ന ദ്രവ്യകലശം ഈ മനോഹരമായ ഈ ചുറ്റുപാടിന് അതും ഗായത്രിപ്പുഴയുടെ ഓരത്തുള്ള കാത്യായനി ക്ഷേത്രത്തിൽ നടക്കുകയാണ്. കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സ്വാഗതം പറഞ്ഞ ശ്രീനിവാസൻ, അധ്യക്ഷനായ പ്രസിഡന്റ് നന്ദകിഷോർ, ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ്, ആശംസ അർപ്പിക്കാൻ വേണ്ടി ആണ്ടിക്കോട്ടൻ, നമ്മുടെ മെമ്പർ കേശവൻ മാസ്റ്റർ, എല്ലാവരും വിളിച്ചു. പിന്നെ കുട്ടികളുടെ പൊതുപരിപാടിയാണ്, ചെറിയ കുട്ടികളുടെ കലാപരിപാടികളാണ്. തുടക്കം കുറിക്കുന്നത് വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടുമാണ്. വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ഭഗവതീര അത തൃതീയ ധ്യായഃ കർമ്മയോഗഃ.
പെണ്ണാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട് എരിവെത്തിയ വസ്ത്രമുള്ളതോ പെണ്ണേലിൻ മനസ്സിൽ വിഗ്രഹ ഹൃദയ മാണിക്യമൗലീസ്ഫുര രാത്രികൾ പകലുകളാക്കി പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഇയാൾ എന്തേ കാര്യം കഷ്ടപ്പെടുന്നു കൂടുതൽ നന്നായി പോയുള്ളൂ. എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കുന്നു. എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നോട് ഉപയോഗിക്കണം. ചെയ്തപ്പോ ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് നടക്കുമോ ആരും ഫസ്റ്റ് അവന്റെ മാസ്റ്റർ പീസാണ്. അത് കയ്യിലെക്കാൻ ആരും വരുന്നില്ല. எனக்கு மியூசிக்கை பத்தி என்ன தெரியுமா?
നവീകരണ ദ്രവ്യകലശത്തിന്റെ 3-ാം ദിവസം അതിന്റെ കലാപരിപാടികളുടെ തുടക്കം. ഇന്ന് ഓട്ടംതുള്ളലാണ്. ഇവിടെ 3-ാം ദിനമായ ഓട്ടംതുള്ളലാണെന്നൊരു പരിപാടി. അതിൽ ഇന്നത്തെ നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അതിൽ അധ്യക്ഷനായിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ നായരെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി, ഈ ബഹുമാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിവനാരായണൻ, ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശ്രീനിവാസൻ അവർക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എന്നോട് തോളെടുത്ത് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഞാൻ വിനീത നമസ്കാരം. തരൂരും പാടൂരും ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ചെറുപ്പകാലത്ത് തന്നെ അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് കൂടുതൽ പാടൂരുമായി ബന്ധം പാടൂര് വേലയാണ്. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു രാവിലെപുരം സ്കൂളിൽ. ഇവിടുത്തെ കൃഷ്ണമാഷും അച്ഛനും ഒപ്പമാണ് കൂടിയത്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ക്ഷേത്ര സമിതിയോടും വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടും സമ്മതത്തോടു കൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതായത് ഇവിടുത്തെ ഈ ആയുർവേദ ഹോസ്പിറ്റലും തരൂരുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിവേദനം നമ്മൾ 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് തരൂര് പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മളിപ്പോ ഗോപാലകൃഷ്ണൻ നിർവഹിക്കും. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി പ്രസിഡന്റ് രമേശ് ഏട്ടന്, കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് രമേശ് ഏട്ടന് കൊടുക്കുകയുണ്ടായി. നാളെ ബഹുമാനപ്പെട്ട MLAക്കും നമ്മൾ 300ഓളം ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് നാളെ അതിനുവേണ്ടി നമ്മൾ MLAക്കും കൊടുക്കും. എന്നാൽ ഈ ആഗ്രഹം ഈ ദേശവാസികൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണനെ ഈ നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി ഗോപാലകൃഷ്ണനെ ക്ഷണിക്കാം. കുംഭേന്ദ്രൻ പോലെ വക്രം കുളവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനോ ഇഹ പിറന്നോരു ഓമലുണ്ണി ഗണേശ വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻപേറും തമ്പുരാനെ തവ പദകമലോ സന്തതോ കൈതൊഴുമേ തമ്പുരാനെ തവ പദകമലോ സന്തതോ കൈതൊഴുമേ. എന്നാലിനിയൊരു കഥയുര ചെയ്യാം, എന്നാലിനിയൊരു
കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ എന്നാലിതിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതില്ല ജനമോ നന്നായി വരുവതിരല്ല ജനമോ നമ്മെ അനുഗ്രഹം ഏകിടേണോ നന്നായി വരുവതിരല്ല ജനമോ നമ്മെ അനുഗ്രഹം ഏകിടേണമോ പുഷ്പം ഹരിച്ചോരു ഭീമന്റെ പുഷ്പം ഹരിച്ചോരു പുഷ്പം ഹരിച്ചോരു ഭീമന്റെ പുഷ്പം ഹരിച്ചോരു ഭീമന്റെ പുഷ്പം ഹരിച്ചോരു ഭീമന്റെ കല്യാണ വിക്രമം വർണ്ണിച്ചു ചൊല്ലുവാൻ ദേവി നീയേ ധനലക്ഷ്മി നീയേ ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ മർത്യൻ ഞാനേ തവ ഭൃത്യൻ ഞാനേ നീയേ കനിവൂ ജീവനാംശമമ്പേ അഷ്ടൈശ്വര്യേ സർവം നീയേ നീ സരസ്വതി നീരുതിരാളി നീയില്ലാത്തിക ലോകം ശോകം അല്ല സുഖ കപലാശികൾ പടരുമൊരാത്മവനാന്തവ സന്തരോ പല വഴി ഭാഗ്യാന്വേഷകർ നിസ്വരുമെത്തിന പുത്തിലെഴും നിധിയേ പാധേയം പാതയും ദേവി നീയേമോ ദേവിയും ശ്രീദേവി ധനധാന്യ ധൈര്യാദി നാനാരൂപേ പാലാഴിയിലെ ജലജേ നീ വസിച്ചിടുമെല്ലാ കോവിലും കരുതിയിടും തീർത്താ തീർക്കാനാകാ തങ്കപ്പാരാവരങ്ങൾ ജടാകരമാകിയ നഗരഞരമ്പിലെ സ്വപ്ന സരോവരമേ പുനരുജ്ജീവിത ഗ്രാമീണതയെ പുനരുക ലക്ഷ്മി മഹാലക്ഷ്മി ദേവി നീയേ ധനലക്ഷ്മി നീയേ ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ മർത്യൻ ഞാനേ തവ ഭൃത്യൻ ഞാനേ നീയേ കനിവൂ ജീവനാംശമമ്പേ അഷ്ടൈശ്വര്യേ സർവം നീയേ നീ സരസ്വതി നീരുതിരാളി നീയില്ലാത്തിക ലോകം ശോകം അല്ല സുഖ കപലാശികൾ പടരുമൊരാത്മവനാന്തവ സന്തരോ പല വഴി ഭാഗ്യാന്വേഷകർ चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्याद देवी दानवघातिनी ॐ देवी कात्यायन्यै नमः चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्याद
देवी दानवघातिनी ॐ देवी कात्यायन्ये नमः चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्यात् देवी दानवघातिनी ॐ देवी कात्यायन्ये नमः चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्यात् देवी दानवघातिनी ॐ देवी कात्यायन्ये नमः चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्यात् देवी दानवघातिनी ॐ देवी कात्यायन्ये नमः चन्द्रहासोज्ज्वलकरा शार्दूलवरवाहना कात्यायनी शुभं दद्यात् देवी दानवघातिनी ॐ देवी कात्यायन्ये नमः चन्द्रहासो श्रीमाता श्री महाराज की श्रीमत् सिंहासनेश्वरी ങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന ക്ഷേത്രാങ്കണം ഇപ്പോൾ നമുക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് ഒരുക്കുവാൻ പോവുകയാണ്. ഇന്ന് നടക്കുന്ന പരിപാടി ചാക്യാർ കൂട്ടാണ്. ഓരോ കലാവിരുന്നും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ അധ്യക്ഷൻ ശ്രീ ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ MLA സുമൂസറാണ്. ആശംസ പ്രസംഗത്തിന് ശ്രീ മുരളീധർ പഠിക്കാം. നന്ദി ശ്രീ ശ്രീനാരായൺ അവർ. വെളിയിരിക്കുന്ന ഭക്തജനങ്ങളെ, ഇന്ന് 4ാം ദിവസമാണ്. 2 ദിവസം ആദ്യത്തെ 2 ദിവസം ഓപ്പൺ സ്റ്റേജിലായിരുന്നു. മഴ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. അത് കാരണം ഇന്നലെ ഓട്ടംതുള്ളലും ഇന്ന് ചാക്യാർകൂത്തും ഇതുപോലുള്ള സ്റ്റേജ് വേണം, ഓപ്പൺ സ്റ്റേജിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സ്റ്റേജ് നമ്മൾ സൗകര്യം ചെയ്തതാണ്. ടീച്ചർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ സദസ്സും വേദിയും വളരെ പ്രധാനപ്പെട്ട ഒരു രംഗകലക്ക് ഈ ചടങ്ങിന് ശേഷം ഇവിടെ അരങ്ങ് തീർക്കാൻ വേണ്ടി പോവുകയാണ്.
നിശ്ചയിച്ച് ഒരു കണക്കിന് പെട്ടെന്ന് അവിടെ എണീറ്റ് പോകും. എണീറ്റ് നോക്കിയപ്പോഴാണ് അയ്യോ ഇങ്ങനെ ഇതാ നോക്കൂ, എന്റെ കയ്യൊക്കെ വല്ലാണ്ടി ഇവന്റെ തളർച്ചയും ഇവന്റെ ബലവും നല്ല ഭാഗമായി. അങ്ങനെയാണല്ലോ, വലതിന് തളർച്ചയാ, ദിനം പ്രതി തളരുക, കേട്ടത് ദിനം പ്രതി ശക്തി ആവുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇന്നത്തേക്ക് പൊയ്ക്കളയാ നിശ്ചയിച്ച് നടക്കാൻ പുറപ്പെട്ടപ്പോഴാ കൈ മാത്രല്ല കാലും ബദ്ധല്ലാണ്ടായിട്ട് ശാർദൂല വരവാഹനാം കാത്യായനി ശുഭം ദദ്യാത ദേവി ദാനവഘാതിനി. ഓം ദേവി കാത്യായന്യേ നമഃ. ചന്ദ്രഹാസോജ്വലകരാ ശാർദൂല വരവാഹനാം കാത്യായനി ശുഭം ദദ്യാത ദേവി ദാനവഘാതിനി. ഓം ദേവി കാത്യായന്യേ നമഃ. ചന്ദ്രഹാസോജ്വലകരാ ശാർദൂല വരവാഹനാം കാത്യായനി ശുഭം ദദ്യാത ദേവി ദാനവഘാതിനി. ഓം ദേവി കാത്യായന്യേ നമഃ. കരുണാമയീ ജഗദീശ്വരി അടിമലറിണയിൽ അഭയം തരൂ. കരുണാമയീ ജഗദീശ്വരി അടിമലറിണയിൽ അഭയം തരൂ. കാണിക്കയായി തൊഴുകൈ നിറയും കണ്ണുനീർമുത്തുകൾ സ്വീകരിക്കൂ. കരുണാമയീ ജഗദീശ്വരി അടിമലറിണയിൽ അഭയം തരൂ. അന്നദാനേശ്വരി നീ എന്നെ വളർത്തി, വിദ്യാനാളം മിഴികളിൽ നീട്ടി. ശ്രുതിയായെന്നിൽ തമ്പുരു മീട്ടി, വീണാനാദം മൊഴികളിലേകി. നന്മ വിളങ്ങും മണിദീപമേന്തി എന്നും അമ്മേ അടിയനെതി ആത്മപദങ്ങളിൽ ഉയർത്തി. കരുണാമയീ ജഗദീശ്വരി അടി
വടൂർ ശ്രീ കാത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ ദ്രവ്യ കലശത്തിന്റെ 5ാം ദിവസമാണ്. ദിവസമാണെങ്കിലും 3ാമത്തെ സ്റ്റേജുമായി. മഴ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്തു. ഇവിടെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഭരതനാട്യമാണ്. നമ്മുടെ ഗോപാലകൃഷ്ണന്റെ മരുമകളുടെ ടീമാണ്, പ്രൊഫഷണൽ ടീമാണ് ഇവിടെ ഭരതനാട്യമാണ്. വിശിഷ്ട അതിഥിയായി നമ്മുടെ ഭരതനാട്യം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആലത്തൂർ സബ് ഇൻസ്പെക്ടർ ശ്രീ അരുൺ സാർ, അതുപോലെ ഈ നവീകരണ ദ്രവ്യ കലശം ഇന്ന് 5ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടി ഈ ഭരതനാട്യം നിങ്ങളേവരും കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ 7 മണിക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ശ്രീനിവാസേട്ടനും നന്ദേട്ടനെല്ലാം 7 മണിക്ക് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പോലീസ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരങ്ങളിൽ കുറേ തിരക്കുകൾ, 1-2 ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത്. ആ വൈകിയതിൽ ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ വന്നാൽ വേണം, വലിയവരായിട്ടല്ല കൂട്ട്, ചെറിയ കുട്ടികളായിട്ടാണ് കൂട്ട്. അവരായിട്ട് വർത്തമാനം പറയുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം ചെറിയ കുട്ടികളുടെ ഒപ്പം. അതേപോലെ തന്നെ എത്ര പ്രായമായ ആൾക്കാരെയും ചേർത്ത് പിടിച്ച് അവരെയും തന്റെ സുഹൃത്ത് നിലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. പ്രവർത്തിക്കാൻ എനിക്ക് പ്രോത്സാഹനം തരികയാണ്. ഞാൻ എൻ്റെ ദൗത്യം എൻ്റെ ഭാര്യടുത്തും മക്കളടുത്തും പറഞ്ഞത്, ഡിസംബർ 31 ശേഷം നിങ്ങൾക്ക് കിട്ടണമാതിരി ഞാൻ ഇരിക്കുന്നതാണ്. എൻ്റെ മകനത് ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബാംഗ്ലൂർ കൊണ്ടുപോകണം വേണ്ടി എൻ്റെ മകൻ നടക്കണം. വീണ്ടും എന്നെ ഇവിടെ പാടുവിനെ കിടന്ന് പ്രവർത്തിക്കാൻ അവസരം തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്തായാലും എനിക്ക് ഈ ആദരവ് നൽകിയ ഈ പാടുള്ള എല്ലാ സഹോദരന്മാർക്കും കാർത്യായനി ഭഗവതിയുടെ നാമത്തിൽ വീണ്ടും ഇതിനെ ഒരു മഹാക്ഷേത്രമാക്കുന്നവരെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അമ്മേ ശരണം, ദേവി ശരണം, ശ്രീ കാർത്യായനി അമ്മേ ശരണം. ലക്ഷത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് നമ്മുടെ SI അരുൺ സാറെയാണ് നമ്മൾ വരുത്തിയത്. സ്വാഗതം പറഞ്ഞ നമ്മുടെ സെക്രട്ടറി ശ്രീനിവാസൻ, അധ്യക്ഷൻ പ്രസിഡന്റ് നന്ദകിഷോർ, പിന്നെ തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. നമ്മുടെ ഗോപാലകൃഷ്ണനെ ആദരിക്കൽ പറഞ്ഞാലും പോരാ, അത്രയധികം എങ്ങനെ വർണ്ണിച്ചാലും പറഞ്ഞാലും മതിയാത്തൊരു അദ്ദേഹമാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ പുരോഗതിക്ക് മുൻകൈ എടുത്ത് നീങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ എത്ര പ്രശംസിച്ചാലും പോരായ്മയുള്ളൂ. പിന്നെ അവതാരിക ജയശ്രീ ടീച്ചർ, ഈ വേദിയിലെ ബാക്കി എല്ലാ രക്ഷിതാക്കന്മാർക്കും സഹോദരന്മാർക്കും നമ്മുടെ അമ്പലത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം നിലയിലും എല്ലാവർക്കും നന്ദി പറയുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഗോപാലകൃഷ്ണൻ നായർ, ഗോപാലകൃഷ്ണേട്ടൻ നിങ്ങൾ വിളിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഏറെ പ്രിയപ്പെട്ട പാടൂരിനും ഇവിടുത്തെ കാർത്യായനി ക്ഷേത്രത്തിൻ്റെ ഈ കലശപൂജയിൽ ഞാനും എൻ്റെ കുട്ടികളും കാവ്യയും ആനന്ദും ഇവിടെ നൃത്തം അവതരിപ്പിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹത്തോടു കൂടി വൈകാതെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. രണ്ടുപേരും ജോലിയുടെയും തിരക്കിൻ്റെ ഇടയിലാണ് ലീവ് എടുത്തുനിന്ന് ഈ പരിപാടിക്കായിട്ടാണ് വന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഞങ്ങൾ ആരംഭിക്കുന്നത് ഒരു പുഷ്പാഞ്ജലി ആയിട്ടാണ്. പുഷ്പങ്ങളാൽ രംഗപൂജ ചെയ്യുന്നതാണ് പുഷ്പാഞ്ജലി. ഇതിൽ മനസ്സുകൊണ്ടും നൃത്തം കൊണ്ടും പഞ്ചഭൂതങ്ങളെയും എല്ലാ നന്മകളെയും നമ്മളിവിടെ നമിക്കുകയാണ്. ഗുരുക്കന്മാരെയും ദേവന്മാരെയും എല്ലാവരെയും.
പുഷ്പാഞ്ജലി, രാഗം നാട്ട്, ആദിതാളം. തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി തജം തരിതാ തദിമിത കിട തക തക തദിഗിണ തോം താരി श्रीमात्रे शिवप्रियाये नमो नमः। ॐ ह्रीं श्रीमात्रे शिवप्रियाये नमो नमः। ॐ ह्रीं श्रीमात्रे
शुभकरी साम्राज्य लक्ष्मी प्रदान चित्रूपी परदेवता भगवती श्री राजराजेश्वरी रूपं देहि जयं देहि यशो देहि द्विषो जहि 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 So
ഇല്ല, കണ്ടിട്ടില്ല, ഒരാളെ കണ്ടിട്ടില്ല. ആ കണ്ടു 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 സാ. Dámela aparte.
അധിവാസ കൃതോ ദേവി സ്നപനായ വയാതവ ക്ഷണേതമേ പ്രസാദോസ്യ ക്രിയതാം പരമേശ്വരി. സർവശക്തനായ ഗണപതിയെ സ്തുതിക്കുന്ന നാടൻ ഈണത്തിലുള്ള ഒരു ഗാനത്തിലേക്ക് കടക്കുന്നു. ഗർഭമില്ലേ തിരുവമില്ലേ എങ്ങ ഗർഭമില്ലേ തിരുവമില്ലേ 4 കോടി 42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണോ. ഈ 4 കോടി 42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണം. എന്റെ അപ്പന പൂപ്പന്മാര് കാട്ടിലര തണ്ടാന്റെ കല്ല് കൈക്കത്ത കർമ്മം അറിവില്ല തിരിവില്ല വൈദങ്ങള്. ഈ കാട്ടിലര തണ്ടാന്റെ കല്ല് കൈക്കത്ത കർമ്മം അറിവില്ല തിരിവില്ല വൈദങ്ങൾ. എന്റെ അപ്പന പൂപ്പന്മാര് ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റോ. ഈ ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റോ. എന്റെ അപ്പന പൂപ്പന്മാര് തുമ്പി മൂക്കവനെ വച്ച വീളക്കെ എന്റെ ഗുരുനാഥ അടിപാദം തൊഴുന്നേ. തുമ്പി മൂക്കവനെ വച്ച വീളക്കെ എന്റെ ഗുരുനാഥ അടിപാദം തൊഴുന്നേ.
आश्रितवत्सले कात्यायनी देवी आदिपराशक्ति लोकैकनायकी अम्मे भगवती कೈ തൊഴുന്നേ. ചിത്തത്തിൽ ചിദ്രൂപം ഉദിക്കേണമേ. കൊല്ലൂരിൽ കുടികൊള്ളും മൂകാംബികെ കാത്തുകൊള്ളേണമെന്നെ നീ ലോകാംബികെ. ചിത്രമൂലയിൽ വന്നു നിന്നെ ഭജിക്കുമെൻ ചിത്തത്തിൽ ചിദ്രൂപം ഉദിക്കേണമേ. കോലങ്ങൾ മാറും നീ കോലർഷിക്കേകില്ലേ ദർശനം കണ്ടു കോലർഷിക്കേകില്ലേ ദർശനം. കാലങ്ങൾ തോറും തൃക്കോലങ്ങൾ മാറും നീ കോലർഷിക്കേകില്ലേ ദർശനം കണ്ടു കോലർഷിക്കേകില്ലേ ദർശനം. മാറു മാറു എന്റെ മനസ്സിൻ വനത്തിലെ കുളിരാം സ്നിഗ്ധ സംഗീതമല്ലോ വർണ്ണ സൗപർണികയല്ലോ. കൊല്ലൂരിൽ കുടികൊള്ളും മൂകാംബികെ കാത്തുകൊള്ളേണമെന്നെ
ഒന്നാളെ പറയുമ്പോഴേക്കും ശ്രീയമേവാവരന്തേ ശ്രീദേവാദേവനത്യാഹ ക്ഷേമമേവാവരന്തേ ശ്രീവക്ഷസമായി. അങ്ങനെയെങ്കിലും ചിരിക്കട്ടെ ഉണ്ട്. ഓ അവിടെ പോയിട്ട് ഇതാക്കാം. ഞങ്ങളൊക്കെ പോയിട്ടില്ല. ദേശപോലല്ല മറയും
സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി തഹസിൽദാർ അരുൺ സാറെ ക്ഷണിക്കുന്നു. ഹലോ, പാടൂർ ശ്രീ കാർത്തികേയനി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ ദ്രവ്യകലശത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സംഗീത വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയം നിധിയേ ഇനി കൽപ്പാന്തമിഴീതൽ തുറന്നേടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ. ഇഹപര ശാന്തിതൻ അമൃതം അരുളണേ. മനസാകുലിമേലെ വാഴണേ. ജന്മശരീരേക്ക് ശരിയേടണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മണ്ണുക്കിയുടെ ഓടിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ആകാശം പൂത്തു